2024-25 വർഷത്തെ KSFE ഗാലക്സി ചിട്ടി സ്കീമുകളുടെ മെഗാ ലക്കി ഡ്രോ ചടങ്ങും ഗാലക്സി സി ചിട്ടി സീരീസ് 1 മെഗാ ലക്കി ഡ്രോ ചടങ്ങും ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കുന്നു. തത്സമയം അധ്യക്ഷൻ KSFയുടെ ചെയർമാൻ ശ്രീ K. വരദരാജൻ, ഈ വേദിയിൽ നമുക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ KSF MD ശ്രീ SK സനിൽകുമാർ, വേദിയിലുള്ള കൗൺസിലർ ശ്രീ ഹരികുമാർ, ബോർഡംഗമായിട്ടുള്ള ശ്രീ ഡോക്ടർ ശശികുമാർ സാറ്, ശ്രീ രാജ് കപൂർ, ശ്രീ മുരളീകൃഷ്ണപിള്ള, ജബീൽ, ശ്രീ വിനോദ്, ശ്രീ സുശീലൻ തുടങ്ങിയ വേദിയിലുള്ള ഈ പരിപാടി പങ്കെടുക്കുന്ന വ്യക്തികളെ ഇതൊരു വലിയ തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ നറുക്കെടുപ്പാണ്. തെരഞ്ഞെടുപ്പല്ല, നറുക്കെടുപ്പാണ്. നറുക്കെടുപ്പിന് കേരള സർക്കാരിൻ്റെ തന്നെ ലോട്ടറി ഡിപ്പാർട്ട്മെന്റാണ് അതിന്റെ ചുമതല വഹിക്കുന്നത്. ലോട്ടറി ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, മാധ്യമ സുഹൃത്തുക്കളുണ്ട്. കാരണം എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി കാണുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. KSFE കഴിഞ്ഞ വർഷം നടത്തിയ ചിട്ടികളിൽ നിന്നും അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മെഗാ സമ്മാനം മുതൽ വിവിധ സമ്മാനങ്ങൾ ഏകദേശം 13.36 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് അനൗൺസ് ചെയ്തിരുന്നത്. ആ സമ്മാനങ്ങളുടെ ഒരു ഘട്ട നറുക്കെടുപ്പ്, ആദ്യഘട്ട നറുക്കെടുപ്പാണ്. ഏറ്റവും മെഗാ സമ്മാനങ്ങളാണ് ഇവിടെ നറുക്കെടുക്കുന്നത്. അത് ഒന്നാം സമ്മാനം മെഴ്സിഡസ് ബെൻസ് കാറാണ്, 75 ലക്ഷം രൂപയാണ്. രണ്ടാം സമ്മാനം 17 സമ്മാനങ്ങളുള്ളത് അല്ലെ, 17 ഇന്നോവ കാറാണ്, 4.25 കോടി രൂപ വരും. പിന്നീട് മൊബൈൽ ഫോണുകളാണ്. മൊബൈൽ ഫോൺ 170 പേർക്കാണ്. 170 പേർക്കുള്ള മൊബൈൽ ഫോണ് 1 കോടിയിലധികം വരും. ഇതെല്ലാം കൂടി ഉള്ളത് ഇന്നെടുക്കും. പിന്നീട് മറ്റ് സമ്മാനങ്ങളാണ്. ഈ സമ്മാനങ്ങൾ നൽകുന്നത് വെറുതെ സമ്മാനം കൊടുക്കാൻ പറ്റില്ല. വലിയ ബിസിനസ് നടന്നാലേ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ആ സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റും. പക്ഷേ KSFയുടെ എല്ലാ പദ്ധതികളും പരമാവധി ജനങ്ങൾക്ക് ഗുണകരമാവണം, നിക്ഷേപകർക്ക് ഗുണകരമാവണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് KSFE നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ ബാങ്കിങ് സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് അംഗീകാരം നേടാൻ കഴിഞ്ഞത്. 1 ലക്ഷം കോടിയിലധികമാണ് KSFയുടെ ഇപ്പോഴത്തെ ആകെ പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ പലതരം ബിസിനസ് ചേർന്നിട്ടാണ്. അത് കൂടുതൽ മുന്നോട്ട് വരികയാണ്. അത് കൂടുതൽ വിപുലീകരിക്കണമെന്നാണ് KSFയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ ജീവനക്കാരും എല്ലാം ആലോചിക്കുന്നത്. സർക്കാർ അതിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നുണ്ട്. കാരണം സർക്കാർ മേഖലയിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഏറ്റവും നന്നായി നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ധനകാര്യ വകുപ്പിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ളതാണ് KSFE. അതുപോലെ KFC എന്ന് പറയുന്ന കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ. കേരളത്തിലെ പൊതുമേഖലയിൽ നടക്കുന്ന നേരിട്ട് സർക്കാർ നടത്തുന്ന ലോട്ടറിയും കേരള ലോട്ടറി മാത്രമാണ്. ബംഗാളിൽ പേപ്പർ ലോട്ടറി ഉണ്ടെങ്കിലും അത് സംസ്ഥാന സർക്കാർ നേരിട്ടല്ല നടത്തുന്നത്, അത് വേറെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ധനകാര്യ കാര്യങ്ങൾ കൃത്യമായി ഗവൺമെന്റിന്റെ 100% കറൻസി അടിക്കുന്നത് പോലെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ലോട്ടറി ചെയ്യേണ്ടത്. കാരണം ചെറിയ കാര്യമല്ല, അത്ര സെക്യൂരിറ്റി ചെയ്യേണ്ടതാണ് ലോട്ടറി.
അതുപോലെ ലക്ഷക്കണക്ക് ആകെ ഇടപാടുകൾ വരുമ്പോൾ 10-45 ലക്ഷം ഇടപാടുകാർ അല്ലെങ്കിൽ ഇടപാടുകൾ പലതരത്തിൽ എണ്ണം ചിലപ്പോൾ 2-3 ഇടപാട് കാണും വരെയൊക്കെ അത്രയും ആളുകൾ കൈകാര്യം ചെയ്യുന്നതാണ് KSFE. KFC ആവട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ലോണുകൾ കൊടുക്കുന്ന വ്യവസായത്തിന് മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന സ്ഥാപനമാണ്. ഇതിനൊപ്പം തന്നെ KSIDC പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളും സർക്കാർ തന്നെ നേരിട്ട് മുൻകൈ എടുത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി നടക്കുന്നത് ജനങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. ഈ കൃത്യമായ സർവീസ് നന്നായി വരുമെന്നുള്ളതുകൊണ്ടാണ്. KSFE 1 ലക്ഷം കോടിയിലേക്ക് എത്തി. ഇപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. KFCയും 10,000 കോടിയിലേക്ക്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വലിയ പ്രൊജക്റ്റുകൾക്ക് കൊടുക്കുന്നതാണ്. അതിനകത്ത് ഈ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച 2 പദ്ധതികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് റോൾ ഔട്ട് ചെയ്യും. അതിലൊന്ന് ഇപ്പോൾ തന്നെ ചെറിയ വ്യവസായങ്ങൾ നടത്തുന്ന ആൾക്ക് സ്വന്തമായ ഓഫീസ് കെട്ടാൻ, പ്രത്യേകിച്ച് IT മേഖലയുള്ളവർക്ക് എക്സ്പാൻഡ് യുവർ ഓഫീസ് എന്നൊരു സ്കീം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് 10 കോടി രൂപ വരെ 5% പലിശയ്ക്കാണ് കൊടുക്കുന്നത് പുതിയ വ്യവസായികൾക്ക്. എന്ന് പറഞ്ഞാൽ അത്രയും വലിയ, അതിപ്പം വ്യവസായത്തിനും പുതിയ സൗകര്യങ്ങൾ കൊടുക്കാനാണ്. 50 കോടി രൂപ വരെയുള്ള ഹോട്ടലുകൾക്കും ഇതേപോലുള്ള ഹോട്ടലുകൾ, ടൂറിസം വലിയൊരു ബിസിനസ്സാണ് കേരളത്തിൽ. ഹോട്ടലുകൾ, കൺവെൻഷൻ സെൻ്ററിനൊക്കെ ആയിട്ട് 50 കോടി രൂപ വരെ പലിശ 2% പലിശ കുറഞ്ഞു കൊടുക്കുന്ന ലോണും ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഓരോ മേഖലയിലും നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടുതൽ ആൾക്ക് തൊഴിലുണ്ടാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. നിക്ഷേപം സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് അതിലും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഇവിടെ പറഞ്ഞു, ചെയർമാൻ സംസാരിക്കുമ്പോൾ അധ്യക്ഷൻ പ്രസംഗത്തിൽ പറഞ്ഞു 4,500-4,500 അപ്പോയിൻമെൻ്റാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് KSFEയിൽ നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആകെയുള്ള ജീവനക്കാരിൽ പകുതിയോളം. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 3,500 അപ്പോയിൻമെൻറ്റ്, അതിൽ 3,500 അപ്പോയിൻമെൻറ്റ് ആ സമയത്താണ് വരിക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ അസംബ്ലി മത്സരിക്കുമ്പം സാധാരണ ഉദ്യോഗാർത്ഥികൾ എല്ലാവരെയും പോയി കാണും. 300 പേരെ എടുക്കണം എന്ന് അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. 300 പേരുടെ ഞങ്ങളുടെ ലിസ്റ്റുണ്ട്, 300 പേരെ എങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു. ആ സ്ഥലത്താണ് 3,500 പേര് ഇപ്പോൾ KSFEയിൽ വന്നത് എന്നുള്ളത്. KSFE എത്രത്തോളമാണ് ഈ കാര്യങ്ങൾ, അതിൻ്റെ ഒരു വളർച്ച എന്നുള്ളതാണ്. അത് ജീവനക്കാരുടെ കാര്യം മാത്രമല്ല, ഏറ്റവും നല്ല സേവന വേതന വ്യവസ്ഥകളെല്ലാം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് മാത്രമല്ല, ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുക. ഇനിയും കൂടുതൽ കാര്യങ്ങൾ വരാനുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തന്നെ പണമെല്ലാം അടയ്ക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരുവാണ്. അതുകൂടാതെ ഇപ്പോൾ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഫണ്ടുകളിൽ ആളുകൾ പണം നിക്ഷേപിക്കുന്നുണ്ട്. അതിന് പകരം ചെറുപ്പക്കാർക്ക് അവർക്ക് അവരുടെ വർക്കിംഗ് പ്ലേസിൽ നിന്ന് തന്നെ അടയ്ക്കാവുന്ന ഒരു ഫണ്ട്, ഫെർട്ടേണിറ്റി ഫണ്ട്, ചിട്ടി തന്നെയാണ്, പക്ഷേ ഫെർട്ടേണിറ്റി ഫണ്ട് എന്നൊരു ഫണ്ട് കൂടി കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ജനറേഷൻ ഈ ചിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നാം. ചിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല നിക്ഷേപ പദ്ധതിയാണ് എന്നുള്ളതിന് നല്ല ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. കാരണം ഒരു സ്ഥിരതയുണ്ട്. ഏതെങ്കിലും ഡിബഞ്ചറിൽ ഇടുന്നതിനേക്കാൾ റിട്ടേൺ ഉണ്ട്. ഇപ്പം ഡിബഞ്ചറുകളും ബോണ്ടുകളും ഉണ്ട്, അതിനേക്കാൾ റിട്ടേൺ ഉണ്ട്. എന്നാൽ വലിയ ഒരു മാർക്കറ്റിൻ്റെ വലിയ തോതിലുള്ള ചലനങ്ങൾക്ക് ചിലപ്പോൾ തകർന്നു പോകുന്നതിന് ഒപ്പം പോവില്ല എന്നുള്ള തരത്തിലേക്കുള്ളൊരു കാര്യമാണ് ഈ ചിട്ടി ചേർന്നത് കൊണ്ട് സ്വന്തം ബിസിനസ്സും സ്വന്തം സ്ഥാപനങ്ങളുടെ വളർച്ചയും ഒക്കെ ഉറപ്പാക്കിയിട്ടുള്ള ധാരാളം ബിസിനസ്സുകാരുണ്ട്. അവർ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊക്കെ 40 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന KSFE കാരനാണ്. ഞാനിത് പറഞ്ഞത്, KSFE എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ധാരാളം